കല്യാണം ഉണ്ട് എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ്റെ കല്യാണം. അപ്പോൾ അതിനു വേണ്ടി ഫോട്ടോ നമ്മളിവിടെ ഫ്രെയിം ചെയ്യാൻ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ കിട്ടി, അടിപൊളി കിടുക്കാച്ചി ഫോട്ടോസ് കേട്ടോ. അപ്പോൾ എല്ലാ ഫോട്ടോസും കൂടി ആഡ് ചെയ്താൽ ഞങ്ങൾ ചെയ്യിപ്പിച്ചത്. അങ്ങനെ രാവിലേക്കായി. പിന്നെ ആതിരെ പോയി വിളിച്ചുകൊണ്ട് വന്ന അനിയത്തേക്ക് കേട്ടോ. അപ്പോൾ അനിയത്തി ഞാൻ ഏട്ടന് പണി ഉണ്ടായിട്ട് ഞാനും അനിയത്തിയും കൂടെയാണ് പോണത്. അപ്പോൾ രാവിലെ ഭയങ്കര കൺഫ്യൂഷനും കിട്ടുക കമ്മൽ ഏതിടണമെന്ന്. അങ്ങനെ പിന്നെ അവസാനം പിന്നെ ആ കമ്മൽ ഇട്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി ഒരു 9:15 ആയപ്പോഴത്തെ അവർ വീട്ടോട്ട് ചെന്ന് കിട്ടും. അപ്പോഴത്തെ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ പിന്നെ വണ്ടി കയറി ഇരുന്ന് ഒരു 10:30 ആയപ്പോഴത്തെ വിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിക്ക് നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കേട്ടിരുന്നു. വെലിക്കരയിലുള്ളൊരു ക്ഷേത്രം കേട്ടോ, ശിവക്ഷേത്രം, കണ്ടിയൂർ അങ്ങനെ എന്തോ പറഞ്ഞ ക്ഷേത്രമാണ്, എനിക്ക് കറക്റ്റ് പേര് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ വെച്ചായിരുന്നു കല്യാണം. അപ്പം ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിൽ കുറച്ച് പേരും പെണ്ണിൻ്റെ വീട്ടിൽ കുറച്ച് പേരും അങ്ങനെ നല്ല അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 12:30 കല്യാണം. അങ്ങനെ ചെറുക്കൻ അങ്ങനെ വന്നു. അങ്ങനെ കല്യാണം പെണ്ണും വന്ന് അങ്ങനെ താലികെട്ടൊക്കെ നടന്ന് അടിപൊളിയായിട്ട് പിന്നെ അവനുള്ള ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ രണ്ടുപേരും ലവ് മാരേജും കൂടി ആയിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കുന്നത് അടിപൊളി കിടുക്കാച്ചി സദ്യ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു സദ്യയുടെ കാര്യം പറഞ്ഞാൽ, ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി കൂട്ടുകറിയും സൂപ്പറാണ് സദ്യ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അനിയത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ സദ്യയും പാൽപ്പായസവും ബ്രഹ്മസലിയൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ 1:15-2 മണിയൊക്കെ കാണും. പിന്നെ ഞങ്ങൾ വണ്ടി വന്നത് പിന്നെ നേരെ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ആതിരെ കൊണ്ടാക്കാൻ വീട്ടോട്ട് പോയി. അടുത്ത വീട്ടിൽ കാണാൻ ബൈ.